കിരൺ, ഇന്ന് ചർച്ചയൊന്നും നടന്നിട്ടില്ലല്ലോ അല്ലേ? ഹൈക്കമാൻഡിന് ഒരു തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ് കിരൺ ഇപ്പോൾ ഡൽഹിയിൽ ഇരുന്ന് മനസ്സിലാക്കുന്നത്? ഈ മുതിർന്ന നേതാക്കളെ എന്തിനാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്? VM സുധീരനൊക്കെ പോയി എന്ത് ചെയ്യാനാണ് അവിടെ? കേൾക്കുന്നില്ലല്ലോ കിരൺ? ആ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത്ര വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് സൂചിപ്പിച്ചിരുന്നു. ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഹൈക്കമാൻഡ് കുറെ കൂടി വേഗത്തിൽ തീരുമാനമെടുക്കാനൊക്കെ കഴിയുമായിരുന്നു. ഹൈക്കമാൻഡ് ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ആർക്കാണോ അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. അതും ആ ഘട്ടത്തിൽ പോലും അങ്ങനെ പെട്ടെന്നൊന്നും തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടില്ല. അവരുടെ ഒരു രീതി പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അതിന് രാജസ്ഥാന്റെ കാര്യത്തിലായാലും കർണാടകയുടെ കാര്യത്തിലായാലും മധ്യപ്രദേശിന്റെയും ഒക്കെ കാര്യത്തിൽ നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അത് പതിയെ ചർച്ച നടത്തി പിന്നീട് പലരുമായി പലതരത്തിലുള്ള സമവായങ്ങളൊക്കെ ഉണ്ടാക്കി അതിനുശേഷമൊക്കെ തീരുമാനമെടുക്കാൻ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ കേരളത്തിലെ ഈ 3 നേതാക്കളെ തള്ളിക്കളയാൻ ഹൈക്കമാൻഡ് കഴിയുന്നില്ല എന്നുള്ളതും ഈ 3 നേതാക്കളും മുന്നോട്ട് വെച്ച വാദത്തിന് ചില മെറിറ്റ് ഉണ്ട്. അത് രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും KC വേണുഗോപാലായാലും 3 പേരും മുന്നോട്ട് വെച്ച വാദത്തിന് ചില മെറിറ്റുകളുണ്ട്. ആ മെറിറ്റിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതല്ല. അവിടെ കൂടുതൽ അവരുമായി ചർച്ച നടത്തി അതിലൊരു ധാരണ എത്തുന്നില്ല. 3 പേരും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനം വന്നാലും അതിനപ്പുറത്തേക്ക് അവർ തീരുമാനത്തിലേക്ക് പറയുന്നു. ഒടുവിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുത്താലും അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 പേരും അംഗീകരിക്കാമെന്ന് പറയുമ്പോൾ ഒരു ന്യായയുക്തമായ തീരുമാനം ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്തു കൂടിയാണ് 3 പേരും അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ ന്യായയുക്തമായ തീരുമാനത്തിന് വേണ്ടി പിന്നീട് അത് സോണിയാഗാന്ധിയുടെ പക്കലേക്ക് പോകുന്നു. സോണിയാഗാന്ധി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം അവർ സ്ഥിരമായി സ്വീകരിക്കുന്ന നിലപാട് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും ഒക്കെ ചേർന്നാണ്. താൻ അതിൽ ഇടപെടേണ്ടതില്ല എന്നുള്ള നിലപാടാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ അഭിപ്രായം തേടിയാൽ അവിടെ സോണിയാഗാന്ധി ആലോചന നടത്തിയ ഒരു അഭിപ്രായം പറയും. സാധാരണഗതിയിലാണെങ്കിൽ സോണിയാഗാന്ധി കേരളത്തിൽ AK ആന്റണി അടക്കമുള്ള പ്രധാനപ്പെട്ട ചില നേതാക്കളൊക്കെ ഉണ്ട്. സോണിയാഗാന്ധിയുടെ വിശ്വസ്തരായ അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യം വെച്ച് അഭിപ്രായം പറയില്ല എന്ന് സോണിയാഗാന്ധിക്ക് ഉറപ്പുള്ള ചില നേതാക്കളൊക്കെ ഉണ്ട്. അവരുമായി ചില ആശയവിനിമയം നടത്തി. പക്ഷെ ആ ഒരു ആശയവിനിമയത്തിലും ചിലപ്പോൾ ആ തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും ഈ നേതാക്കളൊക്കെ വിളിക്കുന്നതിന് മുമ്പ് സോണിയാഗാന്ധി AK ആന്റണിയുമായി സംസാരിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ചില അഭിപ്രായങ്ങളൊക്കെ കിട്ടിക്കാണും. ചിലപ്പോൾ ആ സോണിയാഗാന്ധിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒരു വിശാലമായ ചർച്ച നടത്തും, അവരുടെയൊക്കെ ഒരു കൺസെൻസസിൽ എത്തിയിട്ട് ശേഷം ഒരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. അവിടെയാണ് സാധാരണഗതിയിൽ ഇതുവരെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മുൻ PCC പ്രസിഡന്റുമാരാകെ സ്ഥാനാർത്ഥി മന്ത്രി ചർച്ചയിലൊക്കെ അങ്ങനെ ചില അല്ലെങ്കിൽ KPCC അധ്യക്ഷനാരാവണം എന്ന കാര്യത്തിലൊക്കെ ഈ മുൻ PCC അധ്യക്ഷന്മാരുടെ അഭിപ്രായമൊക്കെ തേടിയിട്ടുണ്ട്. ഇത് മുൻ PCC അധ്യക്ഷന്മാരുടെ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ പ്രധാന തിരുവഞ്ചൂർ അങ്ങനെ ഒരു മുൻ PCC പ്രസിഡന്റ് എന്ന നിലയില്ല. തിരുവഞ്ചൂർ കേരളത്തിലെ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവാണ്. അത് എത്രയോ കാലമായി അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരു നേതാവായി നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഈ തരത്തിലേക്ക് തേടണം എന്ന് തീരുമാനിക്കുന്നത്. ഈ ഹസൻ ഗ്രൂപ്പിൽ നിന്നുണ്ടെങ്കിലും തിരുവഞ്ചൂരിനെ കൂടി അതിൽ ക്ഷണിക്കുന്നു. അപ്പോൾ ഇത്രയും പേരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഇതിലൊരാളെ തെരഞ്ഞെടുത്താൽ മറ്റുള്ളവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നതുകൂടിയുണ്ട്. മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടണം ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് ആ തീരുമാനം ഞങ്ങളുടെയും പാർട്ടിയുടെയും ഭാവിക്ക് നല്ലതാണ് എന്ന തരത്തിൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ വിശാലമായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് എന്തായാലും ഒരു നിലപാടിൽ എത്തിച്ചേരും. സോണിയാഗാന്ധി സ്വാഭാവികമായും അത്തരമൊരു നിർദ്ദേശം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കേരളത്തിലെ നേതാക്കളെല്ലാം വിളിച്ച് അവരോട് ഒരാളെ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ മാറി നിന്ന് കഴിഞ്ഞാൽ എന്താവും തർക്കം, അല്ലെങ്കിൽ ഈ മുന്നണിയുടെ സഹായത്തിന് എന്താവും. ഈ മുന്നണിയിലെ നേതാക്കളെ ഒന്നും ഇനി വിളിച്ച് ചർച്ച നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മുന്നണിയുടെ അഭിപ്രായം കേട്ടു. അത് തന്നെ ഏറ്റവും ആദ്യ തവണയാണ്. മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ ഇപ്പോൾ തന്നെ പരസ്യ പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടുണ്ട്. നീണ്ടുപോകുന്നതിനെ അവർ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. ജനങ്ങൾ നൽകി വലിയ വിധിയുണ്ടല്ലോ, അതിനെ പരിഹസിക്കുന്ന രീതിയിലാണെന്ന് ലീഗ് നേതാക്കൾ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കിരൺ വരാൻ കിരണിലെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.